ഹലോ, ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ യൂണിറ്റ് 1 പാർട്ട് 3 ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 3 വരുന്നത് ബേസിക് ലൈഫ് പ്രോസസ്സാണ്. ഓൾ ദ ലിവിങ് ഓർഗാനിസം ഹാവ് സം സ്പെസിഫിക് ലൈഫ് പ്രോസസ്സസ് ദാറ്റ് പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഫോർ ഇറ്റ് സർവൈവൽ ആൻഡ് ഗ്രോത്ത്. എല്ലാ മനുഷ്യജീവികൾക്കും അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കൾക്കും അവരുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഫങ്ഷൻസ് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് ബേസിക് ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് 6 കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്: മെറ്റബോളിസം, റെസ്പിറേഷൻ, റീപ്രൊഡക്ഷൻ, റെസ്പോൺസീവ്നെസ്, മൂവ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. ആദ്യം നമ്മൾ മെറ്റബോളിസം എന്താണെന്ന് നോക്കുന്നത്. ഇറ്റ് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ഇൻ ദ ബോഡി സെൽ ദാറ്റ് ചേഞ്ച് ഫുഡ് ഇൻ ടു എനർജി ടു ഫ്യുവൽ ബോഡി ഫങ്ഷൻസ്. നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻസ് എല്ലാം നടക്കണമെങ്കിൽ നമുക്ക് എനർജി അത്യാവശ്യമാണ്. എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫുഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ സെല്ലിൽ സംഭവിച്ചിട്ട് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസം തന്നെ 2 തരത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം: അനബോളിസം ആൻഡ് കാറ്റബോളിസം. നെക്സ്റ്റ് സ്ലൈഡിൽ അനബോളിസം എന്താണെന്നും കാറ്റബോളിസം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനബോളിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് കോംപ്ലക്സ് കെമിക്കൽ സബ്സ്റ്റൻസ് ഫ്രം സിമ്പിൾ സ്മോൾ കമ്പോണൻറ്റ്. അതായത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ബിൽഡപ്പ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് കെമിക്കൽ സബ്സ്റ്റൻസാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അനബോളിസം എന്ന് പറയുന്നത്. കാറ്റബോളിസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ ടു സ്മോൾ സിമ്പിൾ പാർട്സ്. അതായത് ഒരു കോംപ്ലക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ ഡിവൈഡ് ചെയ്തിട്ട്, അതായത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞ് പാർട്സാക്കി മാറ്റുന്ന ആ പ്രോസസ്സാണ് കാറ്റബോളിസം. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അനബോളിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കുഞ്ഞ് പാർട്ടിക്കിൾസ് കാണാമല്ലോ, അതിനെ ATP റിയാക്ഷൻ വഴി കൺവേർട്ട് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് കെമിക്കൽ സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നുണ്ട്. കാറ്റബോളിക് റിയാക്ഷനിൽ കാണിക്കുന്നത് എന്താ? നേരെ തിരിച്ച് ഒരു കോംപ്ലക്സ് കെമിക്കൽ സബ്സ്റ്റൻസിനെ അത് കൺവേർട്ട് ചെയ്തിട്ട് സിമ്പിൾ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുവാണെങ്കിൽ നമ്മളിതാ ഈ പിക്ചറിൽ നോക്കുക. ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നു, അത് സെൽസിലേക്ക് മൂവ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു സെല്ലിലാണ് ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. എന്ത് പറ്റും? കാറ്റബോളിസം ആണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് ഡിവൈഡ് ചെയ്തിട്ട്, അതായത് എന്താ പറയുക, ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യുന്നത്. ഈ ഫുഡ് പാർട്ടിക്കിൾ കോംപ്ലക്സ് സബ്സ്റ്റൻസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കുഞ്ഞ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നുണ്ട്. അതേസമയം അനബോളിസം ആണെങ്കിൽ നോക്ക്, ഈ സ്മോൾ പാർട്ടിക്കിൾസിനെ അത് നേരെ വീണ്ടും കോംപ്ലക്സ് സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ റെസ്പിറേഷൻ. It is defined as process where living being obtain energy by taking oxygen and releasing carbon dioxide. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വേ എങ്ങനെയാണ് ലിവിങ് ബീയിങ്സിന് എന്താ പറയുക എനർജി കിട്ടാനായിട്ട്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മെറ്റബോളിസം, ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അടുത്തൊരു വേ എന്താ? നമുക്ക് ഫങ്ഷൻസ് നടക്കണമെങ്കിലും മനുഷ്യന് ശ്വസിക്കണമെങ്കിലും എല്ലാം നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ? ഓക്സിജൻ. ഈ ഒരു ഓക്സിജൻ്റെ ഇൻടേക്ക്, ഓക്സിജൻ നമ്മൾ അകത്തേക്ക് എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കളയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഓക്സിജൻ അകത്തേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. അതാണ് റെസ്പിറേഷൻ. അടുത്ത പ്രോസസ്സ് റീപ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓഫ് സ്പ്രിങ്സ്. അറിയാമല്ലോ, റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞ് മക്കളെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ മനുഷ്യനെ ആണെങ്കിൽ ഒരു പുതിയൊരു എംബ്രിയോ ഉണ്ടാവുന്നത്, അതിനാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണാം. ഇപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എംബ്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയുടെ കുഞ്ഞ്, അതിനെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദ വേർഡ് റീപ്രൊഡ്യൂസ് മീൻസ് ഗിവിങ് ബർത്ത് ഓർ ഗിവ് റൈസ് ടു എ ന്യൂ ഓർഗാനിസം. ഒരു പുതിയൊരു ജീവിക്ക് എന്താ പറയുക, ജീവൻ കൊടുക്കുക അല്ലെങ്കിൽ ബർത്ത് കൊടുക്കുക, അതിനാണ് റീപ്രൊഡ്യൂസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് റെസ്പോൺസീവ്നെസ്. It is the detecting changes in the internal or external environment or reacting to that change. അതായത് നമ്മൾക്ക്
പുറത്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലോ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലോ എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മളുടെ ശരീരം ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിന് എതിരായിട്ട് റിയാക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ കൈ ഒന്ന് പൊള്ളി, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതിന് റിയാക്റ്റ് ചെയ്യുന്നു. ആ ഒരു റെസ്പോൺസ് കൊടുക്കുന്നതിനാണ് നമ്മൾ റെസ്പോൺസീവ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് സെൻസിങ് എ സ്റ്റിമുലസ് ആൻഡ് റെസ്പോണ്ടിങ് ടു ഇറ്റ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൈ പൊള്ളുന്നു, പെട്ടെന്ന് റെസ്പോൺസ് ആയിട്ട് നമ്മൾ ഞെട്ടുന്നു, അതിനാണ് നമ്മൾ റെസ്പോൺസീവ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മൂവ്മെൻറ്റ്, ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ഹോൾ ബോഡി ഓർ എനി ബോഡി പാർട്സ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ. അതായത് നമ്മളുടെ ശരീരം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗ്രോത്ത്, ദ പ്രോസസ് ഓഫ് ഇൻക്രീസ് ഇൻ സൈസ്, മാസ് ഓർ ഹൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ബോഡി വെയ്റ്റ്, ഹൈറ്റ്, സൈസ്, ഇതിനെല്ലാം ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഒക്കർ ബൈ സെൽ ഡിവിഷൻ ഓർ സെൽ എക്സ്പാൻഷൻ. സെല്ലിൻ്റെ ഡിവിഷൻ സംഭവിച്ചിട്ടും ആവാം അത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സെല്ലെല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെയും ആവാം ഗ്രോത്ത്. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുവാണ്. നെക്സ്റ്റ് ഒരു സ്ലൈഡായിട്ട്